അശോകസുന്ദരി ശിവന്റെ പുത്രി. ശിവനും പാർവതിയും കാസപർവ്വതത്തിൽ വസിക്കുമ്പോൾ ദേവി പാർവതി ഏകാന്തതയിൽ വിഷാദത്തിലായിരുന്നു. താൻ ഗണേശന്റെയും കാർത്തികേയന്റെയും അമ്മയായെങ്കിലും ഭാവിയിലും സ്വന്തം തോളപ്പാന് ഒരാൾ വേണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഒരു ദിവസം പാർവതി ദേവി കൽപ്പതരുവിനോട് പ്രാർത്ഥിച്ചു. ദൈവമരത്തിന്റെ അനുഗ്രഹത്തിൽ നിന്നാണ് അശോകസുന്ദരി ജനിച്ചത്. അവളെ കണ്ടപ്പോൾ പാർവതി ആനന്ദിതയായി. കാരണം അശോക എന്നത് ദുഃഖരഹിതത്വവും സുന്ദരി അതിന്റെ സുന്ദരത്വവുമാണ്. അവളൊരു അപൂർവസുന്ദരിയായിരുന്നു, അതിനാൽ അശോകസുന്ദരി എന്ന് പേരിട്ടു. അശോകസുന്ദരി ദേവിയുടെ ദിവ്യത്വം. അശോകസുന്ദരി ദേവിയെ എല്ലാ ദേവതകളും അനുഗ്രഹിക്കുന്നു. അവളുടെ രൂപം, കരുണ, സൗന്ദര്യം എന്നിവയെ ബഹുമാനിച്ച് ദേവഗണം അവളെ വാഴ്ത്തുന്നു. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും അതുല്യമായ അനുഗ്രഹങ്ങൾ അവൾക്ക് നൽകുന്നു. ദേവരാജൻ ഇന്ദ്രനും അവളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അശോകസുന്ദരിയുടെ ദിവ്യസാന്നിധ്യം ലോകത്തെ അനുഗ്രഹപൂരിതമാക്കുന്നു. അവൾക്ക് ലഭിച്ച ദേവതകളുടെ അനുഗ്രഹം അവളെ അതിസുന്ദരിയാക്കി മാറ്റുകയും അനന്തമായ ശക്തിയുടെ പ്രതീകമാക്കുകയും ചെയ്യുന്നു.